കടം 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 കേൾക്കുന്നത് മുഴുവൻ കടത്തിൻ്റെ കഥകളാണ്. നമ്മുടെ വാട്സപ്പ് നോക്കിയാൽ അതുപോലെ തന്നെ ചാറ്റിങ്ങും മറ്റു കോളിങ്ങും ഒക്കെ നോക്കിയാൽ കാണാം അധികം ആളുകളും നമ്മളോട് പറയുന്നൊരു പരാതി, അത് കടമുണ്ട്, വീട്ടാൻ എന്തെങ്കിലും വഴികൾ പറഞ്ഞു തരുമെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് അമാലുകൾ, പല വിഷയങ്ങളും കടവുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. ജോലിക്ക് പോയിട്ട് നമ്മൾ കിട്ടുന്ന പൈസ കടം വീട്ടി എന്നിട്ടും തീരാത്തത്ര വിശാലമായ രൂപത്തിൽ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും കൂടുന്തോറും കടങ്ങളും പെരുകയാണ്. എന്തെങ്കിലുമൊക്കെ വഴി ഇത് തീരാൻ, എത്രയും പെട്ടെന്നൊരു മോചനം കിട്ടാൻ പറഞ്ഞു തരുമോ എന്ന. പണി ചെയ്യാത്തത് കൊണ്ടല്ല, സമ്പാദ്യം കിട്ടാത്തത് കൊണ്ടല്ല, ശമ്പളം കിട്ടാത്തത് കൊണ്ടല്ല, പൈസ കിട്ടാത്തത് കൊണ്ടല്ല, ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കടങ്ങൾ തീരുക എന്നുള്ളത് ലഭിക്കുന്നില്ല. കടം തീർന്നു കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്നില്ല. അത് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ, വഴിയുണ്ടോ? ഇൻഷാ അല്ലാ ഒരു 7 വഴികൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു 7 മാർഗം ഇത് ഒന്ന് പാലിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടബാധ്യത, നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധി ഇൻഷാ അല്ലാ തീർന്നു കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കേൾക്കണം. മുഴുവനായി കേട്ടാലേ അതിൻ്റെ പൂർണ്ണത നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് കടക്കണിയിൽ വലയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. ഇൻഷാ അല്ലാ അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين الله. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. എൻ്റെ ഈ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ, സഹോദരിമാർ, പല ആളുകളും വിളിച്ചിട്ട് സങ്കടമൊക്കെ പറയാറുണ്ട്, വിഷമങ്ങൾ പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പലർക്കും പല പ്രശ്നപരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദെ കാര്യം നടന്നു എന്ന് സന്തോഷം അറിയിക്കട്ടെ. ഇന്നലെ ഇപ്പോൾ ഒരു ഉമ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മകൻ്റെ ജോലി വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ അവർക്ക് പരിഹാരം ചെയ്തു കൊടുത്തിരുന്നു. അവർ പറഞ്ഞു ഇൻഷാ അല്ലാ മകന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദിൻ്റെ സ്ഥാപനത്തിലേക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണത്തിലേക്ക് ഒരു സംഖ്യ ഏൽപ്പിച്ചേക്കാമെന്ന് 25 കിലോ അരി അവർ നേറ്റിരുന്നു. ഇന്നലെ ആ ഉമ്മ വിളിച്ചിട്ട് ഇൻഷാ അല്ലാ മകൻ്റെ ജോലി കിട്ടിയ ശമ്പളം, ആദ്യത്തെ ശമ്പളം വന്നു, അൽഹംദുലില്ലാ. അതിൽ നിന്ന് ആ കുട്ടികൾക്കുള്ള മുത്തഅല്ലിമീങ്ങൾക്കുള്ള ഭക്ഷണത്തിൻ്റെ പൈസ അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, സന്തോഷം അറിയിക്കുന്ന ആളുകൾ, കല്യാണം ശരിയായ ആളുകളുണ്ട്, ജോലി ശരിയായവരുണ്ട്, ഭർത്താവിന് വിദേശത്തേക്ക് പോയി അത് അവിടെ ജോലി റെഡിയാവണമെന്ന് പറഞ്ഞ്, ബിസിനസ് ശരിയാവണമെന്ന് പറഞ്ഞവർ, അങ്ങനെ ഒത്തിരി ആളുകൾ. അപ്പോൾ അള്ളാഹു അവർക്കൊക്കെ റാഹത്തും സന്തോഷവും നൽകട്ടെ. ഒരുപാട് ആളുകൾ കാര്യം നടന്നില്ല എന്ന് സങ്കടം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാ അവർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാ കടക്കെണിയിൽ പെട്ട് കിടക്കുന്നവരാണ് അധികവും, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകൾ. ഞാൻ ഒരുപാട് ഇപ്പം 10 മെസ്സേജ് എനിക്ക് വന്നാൽ ആ 10ൽ 9 എണ്ണവും കടവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇപ്പോഴും എൻ്റെ വാട്സപ്പ് നോക്കിയാൽ അതിനകത്ത് 100, 100, 200 മെസ്സേജ് അടുത്തിപ്പോൾ കിടപ്പുണ്ട്. അതിൽ ഒരു 90% ആളുകളും പറഞ്ഞിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധികളാണ്, സാമ്പത്തിക അടങ്ങിയതാണ്. കാരണം മനുഷ്യനെ വല്ലാതെ കുലുക്കുന്നൊരു സംഗതിയാണ്, പിടിച്ചൊലയ്ക്കുന്ന സംഗതിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. അത് പല രൂപത്തിലും വരാം സാമ്പത്തിക ഞെരുക്കം. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ നമുക്കൊരു അത്താണി വേണം, നമുക്കൊരു പിടിവള്ളി വേണമല്ലോ. ഇൻഷാ അല്ലാ രക്ഷ കിട്ടാനുള്ള ഒരു 7 വഴികൾ ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു 7 വഴികൾ. ഇത് ചില സംഗതിയിൽ പാലിക്കേണ്ടതുണ്ട്, ചില ചൊല്ലേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ, തട്ടലും മുട്ടലും ഇല്ലാതെ കൃത്യമായിട്ട് നടന്നു പോകും. ഇൻഷാ അല്ലാ അതിൽ നമുക്ക് വേണ്ടത് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതിൽ ഒന്നാമത്തെ സംഗതി ഞാൻ പറഞ്ഞിട്ടെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ചെലവുകൾ നിയന്ത്രിക്കുക. ചെലവ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മിതത്വം പാലിക്കുക. നമുക്ക് ചിലപ്പോൾ സമ്പാദ്യം, അതായത് വരുമാനം ഉണ്ടാവും. വരുമാനം, നമുക്ക് ഒരു ശമ്പളം, നമുക്കോ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആരാണോ അവർക്ക് ശമ്പളം ഉണ്ടാവും. ആ ശമ്പളത്തിന് ഇപ്പോൾ എനിക്ക് എത്ര ഭർത്താവിന് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്നതൊക്കെ മേടിക്കാം, ഇന്നതൊക്കെ ചെയ്യണം. ഇത് ചെയ്യുന്ന ഒരു കൺട്രോൾ വെക്കാം, ഒരു മിതത്വം പാലിക്കാം. നമുക്കിപ്പോൾ 10 രൂപ ചിലവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, 10 രൂപ ചിലവാക്കണം. എന്നാൽ അവിടെ മാക്സിമം എന്ത് ചെയ്യുക, അവിടെ 15 രൂപ ചിലവാക്കാൻ ശ്രമിക്കാതിരിക്കുക. അവിടെ ഈ 10 രൂപ തന്നെ ചിലവാക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഒരു 8 or 9 രൂപയിൽ അത് ഒതുക്കുക. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 10 രൂപ ചിലവാക്കേണ്ട ഒരു വിഷയം വന്നു, ചിലവാക്കണം, അത്യാവശ്യമാണ്. അതിൽ ചില ആളുകൾ ചിലവാക്കി വരുമ്പോഴത്തേക്കും അത് 15 ആയി പോകും. അങ്ങനെ ആകാൻ പാടില്ല. ഈ 10നെ തന്നെ മാക്സിമം ചുരുക്കാൻ നോക്കുക. അത് ഒരു 8 or 9 ആക്കി ചുരുക്കാൻ ശ്രമിക്കുക. 10ലേക്ക് എത്താതെ നോക്കുക. നമുക്ക് മിതത്വം പാലിക്കുക എന്നല്ല, ചുരുക്കുക, ചിലവ് ചുരുക്കുക എന്ന് വെച്ചാൽ പിശുക്കനാകുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിശുക്കനാകുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് എന്ത് ചെയ്യാം, ചെലവ് ചുരുക്കലും പിശുക്ക് കാണിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഈ ചെലവ് ചുരുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കടബാധ്യതയിൽ പെട്ടുപോകാതിരിക്കാനാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട്, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് അല്ലെങ്കിൽ ശമ്പളം കൊണ്ട് നമുക്ക് നമ്മുടെ ഇത്രയും ദിവസത്തെ ഒരു ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതല്ല ഈ 1 മാസത്തെ കാലയളവിനുള്ള ഒരു വരുമാനം, ഒരു ശമ്പളം കിട്ടിയത് അത് 15 ദിവസം ആകുമ്പോഴത്തേക്കും ആ സംഖ്യ തീർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 15 നമ്മൾ അടുത്ത ആട്ടിൽ നിന്ന് കടം മേടിക്കേണ്ടി വരും. മേടിക്കുന്നത് എന്താ, അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കാം എന്ന രൂപത്തിലായിരിക്കും വാങ്ങാം, ഇല്ലേ?
ഒരു 10,000 രൂപ കടം തരുമോ, ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കാം. 20,000 രൂപ ശമ്പളം ഉള്ള ഒരാൾ ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ 10,000 രൂപ കടം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 10,000 രൂപയുള്ള കയ്യിലുള്ളൂ. അപ്പോൾ ഈ 10,000 കൊണ്ട് ചിലപ്പോൾ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം 10 ദിവസം തന്നെ ഓടിച്ചാലും പിന്നെ അടുത്ത 10-20 ദിവസം ബാക്കിയാണ്. അതിനെന്ത് ചെയ്യും? അടുത്ത മാസത്തിന് ആ ശമ്പളം വെച്ചുകൊണ്ട് കടം മേടിക്കും. ഇങ്ങനെ കടം പെരുകിയിട്ടാണ് എന്ത് ചെയ്യുക വലിയ കടക്കാരാകുന്ന പലരും. അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം ചിലവ് ചുരുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാർ, സഹോദരിമാർ അത് വളരെ ഗൗരവത്തിലെടുക്കുക. ഭർത്താവ് ചിലപ്പോൾ ദൂർത്തടിക്കാനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, കിട്ടുന്ന അങ്ങനെയൊക്കെ ചിലവാക്കി തീർക്കാനൊക്കെ ആയിരിക്കും ഭർത്താവിന് ഇഷ്ടം. അത് കൈകാര്യം ചെയ്ത് എന്ത് ചെയ്യുക? നമ്മൾ ഒരു മിതത്വം പാലിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ ആത്മാർത്ഥമായി നീയത്ത് വെക്കണം. അതായത് നമ്മൾ കടം വാങ്ങുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ എടുക്കാം. ഒരു 10 ദിവസത്തിന് നമ്മുടെ 15 ദിവസത്തിന് നമ്മുടെ ശമ്പളം തീർന്നു, ഇനി അടുത്തൊരു 15 ദിവസത്തിന് നമ്മൾ കടം വാങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചിലവ് മുന്നോട്ട് പോകില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ കടം തീർക്കും എന്ന നീയത്ത് വെച്ചുകൊണ്ടാവണം വാങ്ങേണ്ടത്. വാങ്ങാൻ മാക്സിമം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ വാങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ ആദ്യം ഈ കടം കൊടുത്ത് തീർക്കും എന്നാ നീയത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? വാങ്ങണം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? റബ്ബിൻ്റെ ഒരു സഹായം അതിനുണ്ടാവുന്ന നീയത്ത് വെച്ച് എന്ത് ചെയ്യാൻ വാങ്ങാം. രണ്ടാമത്തെ സംഗതി അതാണ്. മൂന്നാമത്തെ സംഗതി കാണാം, നമ്മുടെ ഉള്ളതിൽ നിന്നും ഒരു ചെറിയ സംഖ്യ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ അത് 1 രൂപയാണെങ്കിൽ കുഴപ്പമില്ല, 1 രൂപ, 10 രൂപയാണ് കുഴപ്പമില്ല. എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സംഖ്യ, നമ്മൾ ചെറിയൊരു സംഖ്യ സ്വതക്ക കൊടുക്കാം. സ്വതക്ക കൊടുത്താലുള്ള ഗുണം എന്താ അറിയാം? നമുക്കിപ്പോൾ 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്തു? ഒരു 50 രൂപ ആർക്കെങ്കിലും ഒരാൾക്ക് സ്വതക്ക കൊടുത്തു. 50 രൂപ മോശം പൈസ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതമാണ്. നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്, കടങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സാധുവായ മനുഷ്യൻ വന്നപ്പോൾ ഒരു 50 രൂപ കൊടുത്തു. ഇനി 50 കൊടുക്കാനല്ല, 10 രൂപയേ ഉള്ളൂ, ഓക്കെ, അത് കൊടുത്തു. എന്നാൽ എന്താ അറിയോ? ഈ 20,000 രൂപയിൽ അള്ളാഹു ബറക്കത്ത് തരും. അള്ളാഹു ആ 20,000 രൂപ ബറക്കത്ത്, അതായത് ആ 20 കൊണ്ട് അല്ലെങ്കിൽ 15 കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നടപ്പാക്കി തരും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടേണ്ട അവസ്ഥ വരില്ല. നമ്മൾ ആർക്കെങ്കിലും എന്ത് ചെയ്താൽ സ്വതക്ക കൊടുത്താൽ. ഇനി ആരെങ്കിലും വ്യക്തികൾക്ക് കൊടുക്കാനില്ല എങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ പള്ളിപ്പാട്ടയിലോ എന്ത് ചെയ്യുക? സ്വതക്ക കുറ്റിയിലോ എന്ത് ചെയ്യില്ല, അത് ഇട്ടേക്കുക. നമ്മൾ നല്ല നീയത്ത് വെച്ച് ചെയ്യുക. എന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മുടെ കാര്യത്തിൽ വലിയ ഫത്വഹ നൽകുന്ന മൂന്നാമത്തെ സംഗതി ആണ്. ഇത് ശ്രദ്ധിക്കുക. നാലാമത്തെ സംഗതി ഉണ്ട്, ഹലാലായ വഴിയിലൂടെ മാത്രം എന്ത് ചെയ്യുക? സമ്പാദിക്കാൻ ശ്രമിക്കാം. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കണം. അപ്പോൾ എവിടുന്നൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കാം, അങ്ങനല്ല. മറിച്ച് ഹലാലും തൊയ്യബുമായ വഴി. ചില ആളുകൾ ലോട്ടറി എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും എന്ത് ചെയ്യുക? ലോട്ടറിയെ സംബന്ധിച്ച് അതിനിപ്പോൾ എന്തൊക്കെ പേരിൽ ഇറങ്ങിയാലും ശരി, എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ മസാല ചോദിച്ചതൊരു വിഷയം വേറെ എന്തൊക്കെയോ പേര് ചോദിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. എന്താ വിഷയം പറഞ്ഞത്? പേര് എങ്ങനെ ലോട്ടറി അല്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് പറഞ്ഞു വന്നപ്പോൾ സംഗതി ലോട്ടറിയുടെ എല്ലാ ഹുക്കുമകളും ബാധിച്ച ഒരു സംഗതി. പേര് അതല്ലെന്നേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മദ്യം എടുത്തിട്ട് എന്ത് ചെയ്യുക? കൊക്കക്കോളയുടെ കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇത് മദ്യമല്ല എന്ന് പറഞ്ഞു എന്നത് കൊക്കക്കോളയുടെ കുപ്പിയിലാണെന്നല്ലേ ഉള്ളൂ, സംഗതി മദ്യം തന്നെയല്ലേ. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? ലോട്ടറി എന്നുള്ള പേരില്ലെന്നേ ഉള്ളൂ, മറിച്ച് ഈ സംഗതി എന്തോ ആയിക്കോട്ടെ, ഈ ലോട്ടറിയുടെ രൂപത്തിലുള്ളതാണ് എങ്കിൽ അത് ഹറാമാണ്. അത്തരത്തിലുള്ള ചിന്താഗതി ഒന്നും ആർക്കുണ്ടാകാൻ പാടില്ല. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി അത് ഒഴിവാക്കി, മറിച്ച് ഹലാലായ മാർഗത്തിലൂടെ മാത്രം എന്ത് ചെയ്യുക? സമ്പാദിക്കാൻ ശ്രമിക്കാം. അഞ്ചാമതായി കാണാം, എന്ത് ചെയ്യുക? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാം. ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ നോക്കുക. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് നിരന്തരം പതിവായി ചൊല്ലുന്ന ആളാണെങ്കിൽ അയാൾക്ക് സമ്പത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുന്ന, സമ്പത്തിന്റെ വിഷയത്തിൽ യാതൊരു മുട്ടലും ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അധികരിപ്പിക്കില്ല ഇൻഷാ അല്ലാഹ്. ഇസ്തിഗ്ഫാർ, ഏത് ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഏത് ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കാം. അത് പതിവായി എന്ത് ചെയ്യുക? ചെയ്യാൻ ശ്രമിക്കുക. ആറാമതായി കാണാം, എന്ത് ചെയ്യണം? തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യുക എന്നുള്ളത്. തഹജ്ജുദിന്റെ സമയത്ത് അത് കുറച്ച് പ്രയാസമുള്ള സംഗതിയായിരിക്കും, പക്ഷേ ഇതിന് പൈസ ചിലവൊന്നുമില്ലല്ലോ. നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു സുബഹിക്ക് ഒരു 10-15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക? 2 റക്അത്ത് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹു എൻ്റെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ, എൻ്റെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ, എനിക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ഇരുന്നു കഴിഞ്ഞാൽ ആ ദുആ തട്ടപ്പെടൂല എന്ന്. അപ്പോൾ എന്ത് രാത്രിയുടെ അവസാന സമയം, അത്താഴ സമയത്ത് എന്ത് ചെയ്യുക? എഴുന്നേറ്റ് റബ്ബിനോട് ദുആ ഇറക്കാം. അയാളുടെ സമ്പത്തിൽ വലിയ ബർക്കത്തുണ്ടാവും. നിങ്ങളും ചെയ്തു നോക്കും ഇൻഷാ അല്ലാഹ്. വലിയ മാറ്റം കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ അത്തരത്തിൽ, നമ്മൾ ചില ആളുകളുണ്ട് ഫർദ് പോലും ഖളാ ആക്കുന്ന ആളുകൾ, ഫർദ് പോലും നിസ്കരിക്കാത്ത ആളുകൾ, അവരിങ്ങനെ കടക്കണി കൊണ്ട് വലഞ്ഞിട്ട് പരാതി പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സങ്കടമാണ്. കാരണം എന്താ? ഇവരോട് ഇപ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഈ നിസ്കാരവും എന്താ ചെയ്യാൻ പറഞ്ഞ സംഗതികളൊന്നും ചെയ്യാത്ത ഒരാൾക്ക് റബ്ബിന്റെ പരീക്ഷണം വരുന്നു. അപ്പോൾ അവരോട് ഇനി നമ്മൾ പ്രത്യേകിച്ച് എന്ത് പറഞ്ഞു കൊടുക്കാനാ? അല്ലാതെ ഇതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് കടം വന്നു, അവരോട് പറയാം നിങ്ങൾ എന്ത് ചെയ്യുക? ആ നിസ്കാരത്തിന് ശേഷം ഇന്നത് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ സുന്നത്തായ 2 റക്അത്തോടെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതൊരു പ്രശ്നമാവൂല. അതേ സമയത്ത് നമ്മളിപ്പോൾ ഈ ഫർദ് പോലും നിസ്കരിക്കാത്ത ആളുകളോട് നിങ്ങൾ ഇന്ന ദിക്ർ ചൊല്ലണം, ഇന്ന സ്വലാത്ത് ചൊല്ലണം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്.
ഏഴാമതായി ഞാനൊരു ദിക്ർ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നൊരു ദിക്റാണ് ഈ കടവുമായി ബന്ധപ്പെട്ട. ആ ദിക്ർ നിങ്ങളൊന്ന് അധികരിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക് വ അഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക്. ഈ ഒരു ദിക്ർ നിങ്ങൾ നിരന്തരം പതിവാക്കുക. കാരണം മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ദിക്റാണ്. ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ കടബാധ്യതയിൽ നിന്നും, അത് ഉഹദ് പർവ്വതത്തോളം കടമുണ്ടെങ്കിലും അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. ഈ ഒരു 7 കാര്യം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൻഫഅത്ത്, ഒരു കൂലി അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല, ഒന്ന് ചെയ്തു വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.